ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കേസരിയാണ്. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവറുള്ള നെയ്യൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിൽമ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്തെടുക്കുന്നത്. ഈ നെയ്യിലേക്ക് നേരിട്ട് നമ്മൾ റവ ചേർക്കാം. നന്നായിട്ട് റവ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആവട്ടെ. നമ്മൾ വറുത്ത റവ ആണെങ്കിലും വറുക്കാത്ത റവ ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ കേസരി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഞാനിതുവരെ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് അര കപ്പ് 1 കപ്പ് റവയ്ക്ക് ഞാൻ അര കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മധുരം ഇതൊരു നേരിയ ഒരുപാട് മധുരമൊന്നുമില്ല ഇത്. ഇപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര വരെയൊക്കെ എടുക്കാം കേട്ടോ. 1 കപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മധുരമായി പോകും. 3/4 കപ്പൊക്കെ എടുക്കാം. ഇതിൻ്റെത് നേരിയ മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിലും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഒരു 3/4 കപ്പ് വരെയൊക്കെ പഞ്ചസാര എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കളറിന് വേണ്ടി നമുക്ക് ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരം നമ്മൾ സാധാ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യണത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയണ പോലെ നമ്മൾ ചൂട് നല്ല തണുത്ത് ഉപയോഗിക്കുന്നതിലും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ ചൂടോട് കൂടി തന്നെ നേരിയൊരു ചൂടോട് കൂടി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഞാനതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു നുള്ള ഉപ്പ്, നമ്മൾ പഞ്ചസാര ഇട്ടതുകൊണ്ട് അതിലേക്ക് ഒരു ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ല. നിങ്ങളിത് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. നല്ല തിളപ്പിച്ച പാലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ പാലൊഴിച്ചിട്ട് നമ്മൾ തീയൊന്ന് സിമ്മിലാക്കി ഇട്ടിട്ട് നന്നായിട്ടൊന്നത് വെന്ത് വരുന്നവരെ കട്ടിയായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനും അതുപോലെ കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഞാനിതിൽ പാൽപ്പൊടി ഇട്ടെടുത്തിട്ടില്ല, പാൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ആണെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്തെടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചേർത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് തന്നെ വരും. ഇപ്പോൾ നമ്മൾ റവ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നന്നായി കൈ വെക്കാതെ എടുക്കണം. നമ്മൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവാണ് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഇളക്കിയെടുക്കുക. സെൻറ്ററിൽ വരുന്ന രൂപത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഇളകുന്ന രൂപത്തിൽ തന്നെ അത് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ സമയത്തൊന്നും തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. ഈ സമയത്താണ് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നത്. കൂടുതൽ നെയ്യ് ഒഴിച്ചെടുക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന രൂപത്തിലൊന്ന് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണം. അപ്പോൾ നന്നായിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, ഞാൻ കുറച്ച് നട്ട്സാണ്, അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ തന്നെ
പിസ്തൻ്റെ ഇത് അത് എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ തന്നെ വേണമെങ്കിൽ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അധികം ആരും ചേർക്കാത്തൊരു ഐറ്റം കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ കടിക്കുന്ന സമയത്തൊരു ടേസ്റ്റാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. നട്ട്സ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നട്ട്സ് ഇട്ടാതൊക്കെ കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റ് നമ്മൾ എന്ത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ നമുക്കത് ഒരു നെയ്യ് പുരട്ടി വെച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് റവ കേസരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തായാലും റവ പാല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് ഒരാൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യാം.